الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الناس أوصيكم إياي أولا بتقوى الله ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് ഈ ഉള്ളവനെ മറക്കാതെ തന്നെ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാനവലോകം അതല്ല എങ്കിൽ ചില വ്യക്തിത്വങ്ങൾ ഒരു പുതുവർഷം വന്നതിൻ്റെ പേരിൽ ആഘോഷിക്കുകയും ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും അരാജകത്വങ്ങൾ താണ്ഡവമാടുകയും ചെയ്ത ആ ദിനം നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമാണായിട്ടുള്ളത്. ന്യൂ ഇയർ എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഒരു ദിനം, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നാം അറിഞ്ഞത് അതിനുശേഷമുള്ള പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യ ശ്രവണ മാധ്യമങ്ങളിലൂടെയുമാണ്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവനിൽ നിന്ന് ഓരോ സെക്കൻഡ് പോകുന്നത് പോലും അവനേറെ ഭയത്തോടു കൂടെയാണ് കാണേണ്ടത്. മഹാരഥന്മാരായ ഉലമാക്കൾ പരിചയപ്പെടുത്തി തരുന്ന വാചകങ്ങൾ കാണാൻ കഴിയും. ഒരടിമയിൽ നിന്ന് ഒരു ദിർഹം നഷ്ടപ്പെട്ടു പോയാൽ ആ ദിവസം മുഴുവൻ അവൻ ഖേദിച്ചുകൊണ്ടേയിരിക്കും, അവൻ സങ്കടം പറഞ്ഞുകൊണ്ടേയിരിക്കും. എൻ്റെ ഇന്ന തുക നഷ്ടപ്പെട്ടു പോയല്ലോ, ഇന്ന കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ചതായിരുന്നു, ഇന്ന ആവശ്യത്തിന് വേണ്ടി ഞാൻ കരുതി വെച്ചതായിരുന്നു,
ഒരു ദിവസമോ 2 ദിവസമോ ആ ഒരു തുകയുടെ വലുപ്പത്തിനനുസരിച്ച്, കനത്തിനനുസരിച്ച് സ്വാഭാവികമായി മനുഷ്യപ്രകൃതിയിൽ ഊട്ടപ്പെട്ട കാര്യമാണ് സങ്കടമുണ്ടാവുക എന്നുള്ളത്. മഹാനായ അബൂബക്കർ ബിൻ അയ്യാഷ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, എന്തുകൊണ്ടാണ് മനുഷ്യൻ വലാ യഖൂലു ദഹബ യൗമി മാ അമിൽതു ഫീ, എന്നിൽ നിന്ന് ഒരു ദിവസം നഷ്ടപ്പെട്ടു പോയല്ലോ, പുതുതായി പ്രത്യേകിച്ച് എൻ്റെ റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി കർമ്മങ്ങളൊന്നും ചെയ്യാൻ കഴിയാതെ എന്നിൽ നിന്നൊരു ദിവസം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന വിഷയത്തിൽ മനുഷ്യൻ എന്തുകൊണ്ട് സങ്കടപ്പെടുന്നില്ല എന്ന് അദ്ദേഹം ആശ്ചര്യത്തോടു കൂടി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച് 3 ദിവസങ്ങൾ നമ്മിൽ നിന്ന് പിന്നിടുമ്പോൾ എന്താണ് ഈ വർഷത്തിലെങ്കിലും എൻ്റെ റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി എത്രത്തോളം കർമ്മങ്ങളിൽ നിരതരാകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്, എത്രത്തോളം എൻ്റെ റബ്ബ് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്, എത്രത്തോളം എൻ്റെ റബ്ബിൻ്റെ സാമീപ്യം ലഭിക്കാനുള്ള കർമ്മങ്ങളിൽ പുളകിതമാവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നൊരു ചോദ്യം നമ്മൾ നമ്മോട് ചോദിക്കേണ്ടതുണ്ട്. ഒരു വിചാരണ, നമ്മുടെ കർമ്മങ്ങളെ ഒന്ന് അളന്നു നോക്കുക, തൂക്കി നോക്കുക എന്നുള്ളത് ഏറെ അനിവാര്യം തന്നെയാണ്. കാരണം നാളെ അളന്നു നോക്കാനോ തൂക്കി നോക്കാനോ എന്തെങ്കിലും കുറവുണ്ടെങ്കിലൊന്ന് അധികരിക്കാനുള്ള പണികൾ ചെയ്യാൻ കഴിയാത്ത വിചാരണയുടെ നാളിൽ നാം ഖേദിക്കാതിരിക്കാൻ ആമുഖമായി പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തിയെന്നു മാത്രം. മുസ്ലിം ഉമ്മത്ത് 1446 വർഷത്തിലേക്ക് പ്രവേശിച്ചൊരു സാഹചര്യം കൂടിയാണ് ഹിജറ വർഷം കണക്കാക്കുമ്പോൾ. 1446 റജബ് മാസത്തിൽ നാം പ്രവേശിച്ചിരിക്കവേ പലപ്പോഴും ദൃശ്യശ്രവണ മാധ്യമങ്ങളിലൂടെ പല കള്ളക്കഥകളും പ്രചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. റജബ് അങ്ങനെയാണ്, റജബ് ഇങ്ങനെയാണ്, അത് പറഞ്ഞവർക്ക് ഇന്നത് ഹറാമാണ്, ഇന്ന പുണ്യമുണ്ട്, ഇന്ന ദിക്ർ ചൊല്ലണം, ഇന്ന ദുആ ചൊല്ലണം എന്നൊക്കെ. റജബ് മാസം എന്താണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതിൻ്റെ ഫള് എന്താണ്, അതിൻ്റെ ശ്രേഷ്ഠത എന്താണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട പല കിംവദന്തികളും പല ഇല്ലായ്മകളും കെട്ടിച്ചമക്കുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യതയും പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയുക എന്നുള്ളത് നമ്മുടെ മേൽ അനിവാര്യം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 4 മാസങ്ങളെ പ്രത്യേകമാക്കി പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനത്തിലൂടെ പരിചയപ്പെടുത്തി. അതിലൊന്നാണ് റജബ് മാസം എന്നുള്ളത്. അല്ലാഹു പവിത്രമാക്കിയ, യുദ്ധം നിഷിദ്ധമാക്കിയ ആ 4 മാസങ്ങളിൽ റജബ് ഒന്നാണ് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മറ്റു മാസങ്ങളിൽ നിന്നും വിഭിന്നമായി, വ്യത്യസ്തമായി ഈ മാസങ്ങളിൽ നന്മകൾ ചെയ്യുന്നതിന് പ്രത്യേക പ്രതിഫലമുണ്ട്. തിന്മകൾ ചെയ്യുന്നത് ഏറെ ഗൗരവമാണ്, ഏറെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നൊക്കെ നാം പഠിച്ചതാണ്, നാം മനസ്സിലാക്കിയതാണ്. ഈ മാസത്തോട് അനാദരവ് കാണിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനങ്ങളും ഉലമാക്കളുടെ വാചകങ്ങളും പ്രിയപ്പെട്ടവരെ നമ്മെ ഉണർത്തുന്നുണ്ടെങ്കിൽ അതേ ഈ മാസത്തിൽ പാപം ചെയ്യുന്നത് അത് വലിയ അക്രമമാണ് എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാസത്തിൽ അൽ അമലു സ്വാലിഹു അഅ്ലമു അജ്റൻ ഫിൽ അശ്ഹുരിൽ ഹുറം, അതെ ഈ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ നന്മകൾ ചെയ്യുക, സൽപ്രവർത്തനങ്ങളിൽ പുളകിതമാവുക എന്നുള്ളത് അവമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന് പണ്ഡിതന്മാർ ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ പ്രിയപ്പെട്ടവരെ പരിചയപ്പെടുത്തുകയാണ്. എന്നാൽ ഇന്നെൻ്റെ സമൂഹം റജബിനെ കാണിക്കുന്ന ചില പ്രത്യേകതരം ഇല്ലായ്മകളുടെ ശ്രേഷ്ഠതകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക തന്നെ ചെയ്യണം. കാരണം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇബ്നു അബീ ശൈബ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നൊരു വാചകമുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്നമാ റജബുൻ ഷഹ്റുൻ, അതേ റജബ് എന്നുള്ളത് ഒരു മാസമാണ്. കാന യുഅല്ലിമുഹു അഹ്ലുൽ ജാഹിലിയ്യ, ജാഹിലിയ്യത്തിലെ നിവാസികളെ അതിനെ പ്രത്യേകം കൽപ്പിച്ചിരുന്നു. അതിന് പ്രത്യേകം ഒരു ഫളില്, ഒരു ശ്രേഷ്ഠത കൽപ്പിച്ചിരുന്നു. ഫലമ്മാ ജാഅൽ ഇസ്ലാമു തുരിക, ഇസ്ലാം കടന്നു വന്നപ്പോൾ അവയെല്ലാം ഉപേക്ഷിക്കപ്പെട്ടു.
ജാഹിലിയത്തിൽ റജബ് മാസത്തിന് അവരില്ലാത്ത ഒരുപാട് ഫളിലുകളും ശ്രേഷ്ഠതകളും പ്രിയപ്പെട്ടവരെ കെട്ടിച്ചമച്ചിരുന്നു എന്നുള്ളത്. അള്ളാഹുവിൻ്റെ റസൂലെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കടന്നുവരവോടെ ഇസ്ലാമിൻ്റെ പ്രകാശം തിരികൊളുത്തിയതോടെ അത്തരം കാര്യങ്ങൾ ഇല്ലാതെയായി തുരിക്ക അത് ഉപേക്ഷിക്കപ്പെട്ടു എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇബ്നു അബീ ശൈബ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു അസറിലൂടെ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. എത്രത്തോളമാണെന്നറിയോ? ആദ്യമായി റജബ് മാസം അറിയിക്കുന്നവന് നരകം നിഷിദ്ധമാണ് എന്നുള്ള ഒരു കള്ളക്കഥയുണ്ട്. ഇന്ന് പലരും സ്റ്റാറ്റസ് ആക്കുകയാണ്, സ്റ്റോറി ആക്കുകയാണ്, ആ ഫാമിലി ഗ്രൂപ്പുകളിലൂടെ ആ ഒരു വിവരം അറിയിക്കാൻ വെമ്പൽ കൊള്ളുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വാചകത്തിലല്ല പ്രതിസന്ധി. ഇതൊരു ഹദീസിന്റെ ഗ്രന്ഥത്തിൽ പോലും ഈ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടില്ലെന്നു മാത്രമല്ല, അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പച്ചക്കളവ്. എന്താ അതിൻ്റെ ഗൗരവം? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയില്ലേ, വമൻ കദബ അലയ്യ മുതഅമ്മിദ, ആരെങ്കിലും പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് കെട്ടിച്ചമച്ചാൽ ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ, അതേ അവൻ നരകത്തിലെ ഒരു സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ഹദീസ് ഗ്രന്ഥത്തിൽ പോലും വന്നിട്ടില്ലാത്ത മൗദൂആയ കെട്ടിച്ചമക്കപ്പെട്ട ഈ ഒരു ഹദീസ് നാം ഷെയർ ചെയ്യുമ്പോൾ, ഈ ഒരു ഹദീസ് നാം സ്റ്റാറ്റസ് ആക്കുമ്പോൾ, ഈ ഒരു ഹദീസ് നാം ഫാമിലി ഗ്രൂപ്പുകളിലൂടെ അയക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തതാണ്, പ്രവാചകന്റെ വാമൊഴിയിലൂടെ കടന്നു വരാത്തതാണ് ഈ ഒരു വിഷയം. ആ വിഷയം നമ്മൾ അതിൻ്റെ ധ്വജവാഹകരാകുമ്പോൾ, അത് പേറിക്കൊണ്ട് ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ മേൽ കളവ് പറഞ്ഞവരുടെ കൂട്ടത്തിൽ നമ്മളും ഉൾപ്പെടും. അവിടെയാണ് ഇതിൻ്റെയൊക്കെ ഗൗരവം കിടക്കുന്നത്, അവിടെയാണ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ കിടക്കുന്നത്. അതുകൊണ്ടല്ലേ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി, അതേ സഹീഹുൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സഹീഹുൽ ബുഖാരിക്ക് വിവക്ഷയെഴുതിയ വിവർത്തനം രേഖപ്പെടുത്തിയ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഈ വിഷയത്തിൽ മാത്രം പ്രിയപ്പെട്ടവരെ ഒരു ഗ്രന്ഥമുണ്ട്. ഈ റജബ് മാസത്തിൻ്റെ അനാചാരങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്താൻ ഒരു ഗ്രന്ഥമുണ്ട്. തബീനുൽ അജബി ബിമാ വറദ ഫീ ശഹരി റജബ്. റജബ് മാസവുമായി ബന്ധപ്പെട്ട് വന്ന ബിദ്അത്തുകൾ, അതുമായി വന്ന വൃത്തികേടുകൾ, ഇതെല്ലാം രേഖപ്പെടുത്തി ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അത് റദ്ദ് ചെയ്തതായി കൊണ്ട് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഒരു റിസാലയാണ് പ്രിയപ്പെട്ടവരെ. ഇനി എന്താണ് റജബ് മാസത്തിലെ ചില ബിദ്അത്തുകൾ നമ്മൾ അറിയണമല്ലോ. റജബ് മാസത്തിലെ ബിദ്അത്തുകൾ നമ്മൾ അറിയണമല്ലോ. ഒന്ന് മിഅ്റാജ് നോമ്പ. അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നോറ്റിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഒരു കർമ്മം നമ്മൾ ചെയ്യാൻ എപ്പോഴാണ് നാം ബാധ്യസ്ഥരാവുക? അതേ അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലിനാലോ ഫിഅലിനാലോ തഖ്രീറിനാലോ മൗനാനുവാദത്താലോ അത് സ്വീകരിച്ച് കടന്നു വരണം. എന്താണ് പ്രിയപ്പെട്ടവരെ സുന്നത്ത് എന്നുള്ളത്? അതേ അഖ്വാലുഹു, റസൂലുള്ളാഹിന്റെ വാമൊഴികളാണ്. റസൂലുള്ള ഒരു കാര്യം തന്നെ സ്വഹാബത്തിന് പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ സ്വഹാബത്തിലൂടെ താബിഈങ്ങളിലൂടെ തബഉ താബിഈങ്ങളിലൂടെ സലഫു സാലിഹീങ്ങളിലൂടെ അങ്ങനെ ഒരു ചങ്ങലയിലൂടെ ആ കാര്യം കടന്നു വരുന്നു. അഖ്വാലുഹു, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഖൗലുകൾ, അത് ഈ വിഷയത്തിൽ വന്നിട്ടില്ല. ഇനിയോ വഅഫ്ആലുഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളാണ്. റസൂലുള്ള കാണിച്ചു കൊടുക്കുകയാണ് നമസ്കാരം എങ്ങനെ നമസ്കരിക്കണം, റസൂലുള്ള കാണിച്ചു കൊടുക്കുകയാണ് ഹജ്ജ് കർമ്മം എങ്ങനെ നിർവഹിക്കണം, റസൂലുള്ള കാണിച്ചു കൊടുക്കുകയാണ് പല കർമ്മങ്ങളും. അത് സ്വഹാബികൾ കാണുകയാണ്. അവരിൽ നിന്ന് കൈമാറി അതിൻ്റെ ഏറ്റവും സുന്ദരമായ രൂപം നമ്മളടക്കം പ്രിയപ്പെട്ടവരെ ചെയ്യുന്നുണ്ടെങ്കിൽ
അത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസാണ്, സുന്നത്താണ്. ഇനിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തഖ്രീറാത്തുകൾ, റസൂലുള്ളാഹി അംഗീകാരം നൽകിയ കാര്യങ്ങൾ ഒരുപാട് വിഷയവുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും. സഹാബാക്കൾ ഒരു കാര്യം ചെയ്തു, പ്രവാചകന്റെ അടുത്ത് വന്നു പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞു, സദഖ്ത, നീ ചെയ്തത് ശരിയാണ്, നീ പ്രവർത്തിച്ചത് ശരിയാണ്. അത് റസൂലുള്ളാഹിന്റെ ആക്ഷേപങ്ങൾ കടന്നു വരാത്ത ഒട്ടനവധി ഉദാഹരണങ്ങൾ പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം അല്ലേ, ആശുറാഇന്റെ നോമ്പ് നാം നോൽക്കുന്നു, താസുആഇന്റെ നോമ്പ് നാം നോൽക്കുന്നു. അല്ലാഹുവിൻ്റെ റസൂല് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താസുആഇന്റെ നോമ്പ് നോറ്റിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് നാം നോൽക്കുന്നു? എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നാം നോൽക്കുന്നത്? റസൂലുള്ളാഹി പറയാ, ഞാനെങ്ങാനും ഇനിയൊരു വർഷം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ താസുആഇന്റെ നോമ്പ് ഞാൻ നോൽക്കുക തന്നെ ചെയ്യുന്നതാണ്. അതിനു മുന്നേ അല്ലാഹുവിൻ്റെ റസൂല് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അതുകൊണ്ട് നമ്മളെ താസുആഇന്റെ നോമ്പ് നോൽക്കുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ മതത്തിൻ്റെ ഹുക്കുമുകളിൽ രേഖപ്പെടുത്താൻ പറ്റിയ കാര്യം. ആ ഒരു വിഷയത്തിൽ ഈ ഒരു മിഅ്റാജ് നോമ്പ് കടന്നു വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് ഇപ്പോൾ പലപ്പോഴും പറയും നോമ്പിനെതിരാണ് ഇവർ, സുന്നത്ത് നോമ്പുകളെ നിരാകരിക്കുകയാണ്, കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. അല്ല, അല്ലാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് നൽകിയ തിങ്കളും വ്യാഴവും 13, 14, 15 ദിനങ്ങളിലെ നോമ്പുകൾ അല്ലേ. ഇനി ഒരു ദിവസം തന്നെ ഒരു മുഅ്മിനായ അടിമ സുന്നത്ത് നോമ്പിന് നിയ്യത്ത് കരുതി അവൻ നോമ്പ് നോൽക്കുന്നു, ഒക്കെ ചെയ്യാം. പക്ഷെ ഇല്ലാത്തതിൻ്റെ പേരിൽ റസൂലുള്ളാഹി ചെയ്തു എന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എത്രയാ? അല്ലാഹുവിൻ്റെ റസൂൽ ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് പറയുന്നത്, ലം യരിദ് ഫീ ഫളിൽ ശഹ്രി റജബ, അതേ റജബുമായി ബന്ധപ്പെട്ട് ഒരു ശ്രേഷ്ഠതയും കടന്നു വന്നിട്ടില്ല. എങ്ങനെ വലാ സിയാമിഹി, അവിടെ ഒരു നോമ്പ് നോൽക്കണമെന്നോ, വലാ ഫീ സിയാമിൻ ഷൈഇൻ മുഅയ്യനിൻ മിൻഹു, ഒരു നിർണിതമാക്കപ്പെട്ട, അതല്ല എങ്കിൽ അതിലേതെങ്കിലും പ്രത്യേക ദിവസങ്ങൾ തിരഞ്ഞെടുത്ത് നോമ്പ് നോൽക്കുന്നതിലോ ഒന്നിലും ഒരു ശ്രേഷ്ഠത കടന്നു വന്നിട്ടില്ല. വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസ, പ്രത്യേകമായി കൊണ്ട് ഏതെങ്കിലും ഒരു രാത്രി നമസ്കരിക്കുവോ, രാത്രി നമസ്കരിക്കുന്ന രൂപമോ കടന്നു വന്നിട്ടില്ല. ഫീഹി ഹദീസുൻ സഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ, സ്വീകാര്യമായ അതേ പിൻബലമുള്ള പ്രബലമായ തെളിവിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഹദീസ് പോലും ആ വിഷയത്തിൽ കടന്നു വന്നിട്ടില്ല. ആരാ? ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹുൽ ബുഖാരിക്ക് ശറഹ് എഴുതിയ വ്യക്തിത്വമാണ്. ശാഫിഈ മദ്ഹബുകാരനാ. പ്രിയപ്പെട്ടവരെ, പിന്നെ എങ്ങനെയാ നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ നിലപാടുകൾ എടുക്കുന്നത്? പിന്നെ എങ്ങനെയാ നാം നോമ്പ് നോൽക്കുന്നത്? റസൂലുള്ളാഹി പറഞ്ഞ ദിവസങ്ങളിൽ ചെയ്യാതെ എന്തിനാണ് ഒരു ബിദ്അത്ത് ചെയ്യാൻ നമ്മുടെ മനസ്സ് വെമ്പൽ കൊള്ളുന്നത്? പിശാച് ഏറെ ആഗ്രഹിക്കുന്ന കാര്യമാണ് മനുഷ്യരെ കൊണ്ട് ബിദ്അത്തുകൾ ചെയ്യിപ്പിക്കാൻ, മനുഷ്യരെ കൊണ്ട് ബിദ്അത്ത് ചെയ്യുക എന്നുള്ളത്. ഒരു മനുഷ്യൻ വ്യഭിചരിക്കുന്നതിനേക്കാൾ, മറ്റു വൃത്തികേടുകളിൽ ഏർപ്പെടുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം പ്രിയപ്പെട്ടവരെ ബിദ്അത്ത് ചെയ്യുക എന്നുള്ളത്. കാരണം ഒരു വ്യഭിചാരം ഒരു വ്യക്തി ചെയ്താൽ, ഒരു വ്യക്തി കള്ളു കുടിച്ചാൽ, ഒരു വ്യക്തി വൃത്തികെട്ട കാര്യം ചെയ്താൽ അവൻ്റെ മനസ്സിലൊരു ചൊറിച്ചിലുണ്ടാക്കും. മഹാകഫി നഫ്സിക്, ഒരു എടങ്ങേറ്, ചെയ്തു പോയല്ലോ നാഥ, സംഭവിച്ചു പോയല്ലോ നാഥ, വന്നു പോയല്ലോ നാഥ. ബിദ്അത്ത് ചെയ്ത അവനുണ്ടാകും. കാരണം അത് നന്മയാണല്ലോ പഠിച്ചോനെ, ഇത് സ്വർഗം കിട്ടുന്ന കാര്യമാണല്ലോ പഠിച്ചോനെ. അവനതിൻ്റെ ഏറ്റവും സുന്ദരമായ രൂപങ്ങളാകും ഊട്ടി 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 ഉറപ്പിക്കുക. അതുകൊണ്ട് പിശാചിന് ഏറെ ഇഷ്ടമാണ് ബിദ്അത്തുകൾ ചെയ്യുന്നവരെ എന്ന് പണ്ഡിതോദ്ധരണികൾ പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പരിചയപ്പെടുത്തുകയാണ്, വഅമ്മാ സൗമു റജബിൻ ബിഖുസൂസിഹി ഫഹദീസുഹു കുല്ലുഹാ ലഈഫ ബൽ മൗദൂഅ, അതേ റജബുമായി ബന്ധപ്പെട്ട് കടന്നു വന്ന ഏതെങ്കിലും ഹദീസുകളുണ്ടോ ആ ഹദീസുകളെല്ലാം ലഈഫാണ് എന്ന് മാത്രമല്ല ബൽ മൗദൂഅ, അത് മൗദൂആണ്, കെട്ടിച്ചമച്ചതാണ്. അല്ലാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഉണ്ടാക്കിയതാണ്.
എത്ര ഗൗരവമാണ്. അപ്പോൾ ഈ ഒരു മിഅ്റാജ് നോമ്പ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ, നമ്മൾ അത് നിർവഹിക്കാൻ പാടില്ല. അതല്ലാത്ത ഒരുപാട് നോമ്പ്, സുന്നത്തായ നോമ്പുകൾ അല്ലേ, എത്ര നോമ്പുകൾ. റമദാൻ മാസമാണ് കടന്നു വരാനിരിക്കുന്നത്, ശഅബാനാണ് കടന്നു വരാനിരിക്കുന്നത്. നോറ്റുവിട്ടാനുള്ള നോമ്പുകൾ മറ്റുമൊക്കെ നമുക്കതിൽ പുളകിതമാകാം. ഒരു ബിദ്അത്തായ ഒരു കാര്യം ചെയ്തിട്ടല്ല പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഹുക്കുമുകൾ ഏറെ നെഞ്ചിലേറ്റേണ്ടത് എന്ന കൃത്യമായ ബോധ്യം നമുക്കുണ്ടാവുക തന്നെ ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തത് എന്തായിരുന്നു? റജബ് മാസത്തിൻ്റെ പ്രത്യേക ഉംറ, പ്രത്യേക പാക്കേജുകളാണ് റജബ് മാസത്തിൽ ഉംറ അല്ലേ. അതിൻ്റെ ഒരുപാട് അതുമായി ബന്ധപ്പെട്ട ഫ്ലെക്സുകളിൽ, പോസ്റ്ററുകളിൽ അതുമായി ബന്ധപ്പെട്ട ശ്രേഷ്ഠതകൾ രേഖപ്പെടുത്തി പാവപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ പറ്റിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനത്തെ ഒരു പ്രത്യേകതയും അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് നൽകിയിട്ടില്ല. ഇനിയോ നോക്കണേ പ്രിയപ്പെട്ടവരെ, റമളാനിലെ ഉംറയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പ്രതിഫലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ റജബ് മാസത്തിലെ ഉംറയ്ക്ക് പ്രത്യേകതയുള്ളതായി യാതൊരുവിധ ഹദീസും കടന്നു വന്നിട്ടില്ല. ഒരാൾ റജബിന് ഉംറക്ക് പോണേനല്ലേ എതിർത്തത്? എല്ലാ മാസത്തിലും പോണ പോലെ പോകാം, പ്രശ്നമൊന്നുമില്ല. എന്നാൽ റജബിൽ പോയാൽ ഇങ്ങനെ റമളാനുമായി ബന്ധപ്പെട്ട് പ്രത്യേക ഹദീസ് കടന്നു വന്നു. എന്നാൽ റജബുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കാര്യം കടന്നു വന്നിട്ടില്ല. അങ്ങനെ ഒരു കാര്യങ്ങൾ മാത്രമല്ല, മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഉർവത്ത് ബിൻ സുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, ഫി അയ്യി ശൈഇൻ ഇഅ്തമറ റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂല് ഏത് മാസത്തിലാണ് ഉംറ കർമ്മം നിർവഹിച്ചത്? ഏത് മാസത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂല് ഉംറ കർമ്മം നിർവഹിച്ചത്? അപ്പോൾ ചോദിക്കുകയാണ്, അതേ മഅ്തമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റജബിൻ ഖത്തുൻ വമഅ്തമറ ഇല്ലാ വഹുവ മഅഹു തഅനി ഇബ്നു ഉമർ. എന്താ പ്രിയപ്പെട്ടവരെ, റജബ് മാസത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് ഉംറ നിർവഹിച്ചിട്ടില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം മാത്രമാണ് എന്തായിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ നിർവഹിച്ചിട്ടുള്ളത്. ആ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അറിയില്ല റസൂലുള്ളാഹി റജബ് മാസത്തിലെ ഉംറ നിർവഹിച്ചതായിട്ട്. അപ്പോൾ അതിനൊരു പ്രത്യേകത ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി തന്നെ ചെയ്യണം. മൂന്നാമത്തതോ സലാത്തുർ റഗായിബ്, ആഗ്രഹ സഫലീകരണ നമസ്കാരം. സലാത്തുർ റഗായിബ് പണ്ഡിതന്മാർ വലിയ ഗ്രന്ഥം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പല ബിദ്അത്തുകളാണ്, പല ആശയങ്ങളാണ് പ്രിയപ്പെട്ടവരെ കടന്നു വരുന്നത്. അസ്സലാത്തുൽ മഅറൂഫത്തു ബിസ്സലാത്തിർ റഗായിബ്, ജനങ്ങൾക്കിടയിലെ അറിയപ്പെട്ട നമസ്കാരമാണ് സലാത്തുർ റഗായിബ് എന്നുള്ളത്. വഹിയ 12 റക്അ, 12 റക്അത്താണ്. തുസല്ലി ബൈനൽ മഗ്രിബി വൽ ഇശാഇ, ഇശാഇന്റെയും മഗ്രിബിന്റെയും ഇടയിൽ നമസ്കരിക്കുന്ന നമസ്കാരമാണ്. ലൈലത്ത അവ്വലി ജുമുഅത്തിൻ ഫീ റജബ്, റജബിന്റെ ഒന്നാമത്തെ ജുമുഅയുടെ ദിവസം. എന്നാലോ വസലാത്തു ലൈലത്തു നിസ്ഫി ശഅബാന 100 റക്അ വഹാതാനി സ്വലാത്താനി ബിദ്അത്താനി വമുൻകറാനി. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. അതേപോലെ തന്നെ ശഅബാനിന്റെ പകുതിയിലുള്ള 100 റക്അത്ത് നമസ്കാരം, ഈ 2 നമസ്കാരത്തിനും യാതൊരുവിധ അടിസ്ഥാനവുമില്ല. ശഅബാൻ 15-നുള്ള 100 റക്അത്തിനും അതുപോലെ തന്നെ ശഅബാൻ ഒന്നാമത്തെ വെള്ളിയാഴ്ചയുള്ള 12 റക്അത്ത് നമസ്കാരം ഒരടിസ്ഥാനമല്ല. ഇന്ന് പല കുടുംബത്തിലും മഗ്രിബിന് ശേഷം നടക്കാൻ പോകുന്ന പ്രവർത്തനം അത് എന്തൊക്കെയോ ആഗ്രഹിച്ച് പ്രതിഫലം കിട്ടും, പുണ്യം കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്യാണ് പ്രിയപ്പെട്ടവരെ. സ്നേഹോപദേശങ്ങളിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. നോക്കിയേ, ഇമാം നവവി ആരാണ്? 2ാം ഷാഫി എന്നറിയപ്പെടുന്ന പണ്ഡിതനല്ലേ ഇമാം നവവി. ബിദ്അത്താനി എന്നാണ്, 2 ബിദ്അത്ത് എന്ന് മാത്രമാണോ? മുൻകറാൻ എന്ന പ്രയോഗം അല്ലേ, ഓരോ മദ്ഹബിൻ്റെയും മദ്ഹബി അടിസ്ഥാന കൗലുകളും അതിൻ്റേതായിട്ടുള്ള ഇസ്തിലാഹാത്തുകളും പ്രയോഗങ്ങളും എടുക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്കിതിൻ്റെയൊക്കെ ഗൗരവം അറിയാം. അത്രയും ഗൗരവത്തോടു കൂടിയാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി ഈ വിഷയത്തെ മനുഷ്യ സമൂഹത്തിന് പഠിപ്പിച്ചു നൽകിയതെങ്കിൽ ആ കാര്യത്തിൽ നമുക്കൊരു ഗൗരവം ഉണ്ടാകണം. അതുപോലെ തന്നെ അതീറത്തു റജബ്, ചിലത് നമ്മുടെ നാട്ടിൽ സജീവമാണ്, ചിലത് നമ്മുടെ നാട്ടിൽ സജീവമല്ല എങ്കിലും ഈ വിഷയം അറിയുക എന്നുള്ളത് അനിവാര്യമാണ്. അതീറത്തു റജബ്, റജബ് മാസത്തിലെ അറവ്.
റജബ് മാസത്തിൽ പ്രത്യേകതരം അറവ്, റജബുമായി കടന്നു വന്ന ഒരു ബിദ്അത്താണ് പ്രിയപ്പെട്ട ഉദ്ഹിയ്യത്ത് അറക്കുന്ന, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്ന. അതുപോലെ റജബ് മാസത്തിലൊരിത്, ജാഹിലിയ കാലഘട്ടത്തിൽ ആളുകൾ ഉദ്ഹിയ്യത്ത് അറക്കുന്നത് പോലെ റജബ് മാസത്തിൽ അവരെന്ത് അനുഷ്ഠിച്ചു പോന്നിരുന്ന ഒരു കാര്യമായിരുന്നു അതീറത്തു റജബ്, റജബ് മാസത്തിലെ അറവ് അല്ലേ. അത് ഇസ്ലാമുമായിട്ട് കൂട്ടിക്കെട്ടാനോ ഇസ്ലാമിൻ്റെ ആശയങ്ങളുമായിട്ട് രേഖപ്പെടുത്താനോ യാതൊരുവിധ തെളിവുമില്ല. അതാണല്ലോ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇബ്നു അബീ ശൈബ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന വാചകങ്ങളിലൂടെ ഇസ്ലാം കടന്നു വന്നപ്പോൾ എല്ലാത്തിനെയും ഉപേക്ഷിച്ചു. ഈ അതീറത്തു റജബിന് യാതൊരുവിധ അടിസ്ഥാനവുമില്ല. നോക്കിയേ, ലാ ഫറഅ വലാ അതീറ, ഒരു ഫറഅോ അതീറയോ മതത്തിലില്ല. ഫറഅോ അതീറയോ മതത്തിലില്ല. ഫറഅ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഒട്ടകം പ്രസവിക്കുന്ന ആദ്യ കുഞ്ഞിനെ തങ്ങളുടെ ആരാധ്യന്മാർക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന രീതി അവർക്കിടയിലുള്ള ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്നു. തൻ്റെ ഒട്ടകം പ്രസവിക്കുന്ന ആദ്യ കുഞ്ഞിനെ താൻ ആരാധിക്കപ്പെടുന്ന ആരാധ്യന്മാർക്ക് ബലി കൊടുക്കുക. അത് ഇസ്ലാമിലില്ല എന്ന് അല്ലാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. വല അതീറ അല്ലേ, ആ ഒരു റജബിലെ അതീറത്തുല്ല എന്ന്. പിന്നെ നമ്മളത് പേറി ജീവിക്കുന്നുണ്ടെങ്കിൽ അല്ലേ, മൻ തശബ്ബഅ ബിഖൗമിൻ ഫഹുവ മിൻഹും, ഏതെങ്കിലും മതസ്ഥരോട് നമ്മുടെ ആശയങ്ങൾ, ആരാധനാ കർമ്മങ്ങൾ അത് സാദൃശ്യമായ അവൻ അവരിൽപ്പെട്ടവനാണെന്ന് റസൂലുള്ളാഹ്. എത്ര ഗൗരവം അതൊക്കെ! നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം താടി നീട്ടി വളർത്താൻ പറഞ്ഞു, മീശ വെട്ടിച്ചുരുക്കാൻ പറഞ്ഞു. അതിൻ്റെ ഉള്ളിലുള്ള ഹിക്മത്ത് എന്താണ്? ജൂതന്മാർ താടി വെക്കും, അവർ മീശയും വെക്കും. അവരിൽ നിന്ന് വ്യത്യസ്തമാകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് താടികൾ നീട്ടി വളർത്തി മീശ കസുഷാരിബ്, മീശ വെട്ടിച്ചുരുക്കിന്ന് പറഞ്ഞത്. അത്ര വിഷയത്തിൽ പോലും മറ്റു മതസ്ഥരോട് ആശയങ്ങളിലോ ആദർശങ്ങളിലോ പ്രവർത്തനങ്ങളിലോ കർമ്മങ്ങളിലോ സാദൃശ്യമാകരുത് എന്ന ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്ന പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമകൾ ജാഹിലിയത്തിൽ പേറിക്കൊണ്ടിരുന്ന ആശയങ്ങൾ നെഞ്ചിലേറ്റിക്കൊണ്ട് തങ്ങളുടെ കർമ്മങ്ങളാണ് എന്ന് വാത്തോരാതെ പറയുമ്പോൾ അതിൻ്റെ ഗൗരവം പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയുക തന്നെ ചെയ്യണം. നമ്മളത് ഒരുപാട് ഉദ്ധരണങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് കാണാൻ. റജബ് മാസത്തിലുള്ള പ്രത്യേക ഒരു പ്രാർത്ഥന, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരുന്നു, ഇദാ ദഖല റജബുൻ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാന വബല്ലിഗ്നാ റമളാന. ഇത് പലപ്പോഴും നമ്മളടക്കം ചൊല്ലിപ്പോന്നിരുന്നൊരു പ്രാർത്ഥനയും കൂടിയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വ ശഅബാന വബല്ലിഗ്നാ റമളാന. എന്നാൽ ഈ ഹദീസ് സനദ് ലഈഫാണ് പ്രിയപ്പെട്ടവരെ. ഈ ഹദീസിൻ്റെ സനദിൻ്റെ ചങ്ങല, ഇതിങ്ങനെ കടന്നു വന്നിരുന്നതിൻ്റെ ചങ്ങല ദുർബലതയുണ്ട് എന്നുള്ളതാണ് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നത്. അതിൽ സിയാദുൽ അൽ മൈരി നുമൈരി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വം ലഈഫാണ്, ഉൾക്കൊള്ളാൻ കഴിയാത്തവനാണ്. ഹദീസ് നിധാന ശാസ്ത്രത്തിൻ്റെ ഹുക്കുമുകൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം അതിന് യോഗ്യനല്ല. ആ ഒരു പ്രാർത്ഥനയും നമ്മൾ എന്ത് ചെയ്യുന്നു? ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. നമ്മളടക്കം പലപ്പോഴും അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്താതെ നമ്മൾ ചൊല്ലലുണ്ട്. ആ ഒരു വിഷയം കൂടി പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. എന്നാലേ റമളാനിനെ ആഗ്രഹിക്കാൻ നമുക്ക് അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാന, പഠിച്ചോനെ റമളാൻ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണേ എന്ന പ്രാർത്ഥന ഉണ്ടാകാം. മുൻഗാമികൾ അങ്ങനെയായിരുന്നു. ഒരു 6 മാസക്കാലം അവരവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കാനാവും റമളാൻ ചെയ്ത പ്രവർത്തനങ്ങൾ പഠിച്ചോനെ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അടുത്ത മാസങ്ങൾ പഠിച്ചോനെ ഞങ്ങളിലേക്ക് റമളാൻ എത്തിയിട്ട് പുൽകാൻ, സ്നേഹത്തോടെ വരവേൽക്കാൻ, പ്രവർത്തനങ്ങളിൽ പുളകിതമാകാനുള്ള തൗഫീക്ക് തരണേ എന്നുള്ള അത്തരം ഉദ്ധരണികളും മറ്റുമൊക്കെ കാണാൻ കഴിയും. എന്നാൽ ഈ ഒരു ഹദീസ് പ്രിയപ്പെട്ടവരെ ഇത് ലഈഫാണ്. സിയാദുൻ നുമൈരി എന്ന് പറഞ്ഞ വ്യക്തി ഇതിലുണ്ട്. ഈ വ്യക്തി ഹദീസ് നിദാന ശാസ്ത്രത്തിൻ്റെ ഹുക്കുമുകൾ, അതിൻ്റെ മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ തെളിവിനെ ഉൾക്കൊള്ളാത്ത വ്യക്തിയാണ് എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ റജബുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പഠിക്കണം. അതിൻ്റെ ലഈഫുകൾ, അതിലില്ലാത്ത കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അനാചാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാതെ ഇബാദത്തുകൾ മുഴുവൻ റബ്ബിന് വേണ്ടി സമർപ്പിക്കുകയുള്ളൂ എന്ന ഒരു ഉത്തമ ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. അല്ലാഹു
സുബ്ഹാനഹു വ തആല ബിദ്അത്തുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പ്രവാചക അധ്യാപനങ്ങളെ നെഞ്ചിലേറ്റാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹന്നാസ് ഉസീകും ഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീക്ക് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു കർമ്മം സ്വീകരിക്കാൻ 2 മാനദണ്ഡങ്ങളാണ് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തൽ. ഒന്ന് ഇഖ്ലാസാണ്, എൻ്റെ റബ്ബിന് വേണ്ടിയിട്ടാണ് ആ കർമ്മം ചെയ്യുന്നത് എന്ന ഉത്തമ ബോധ്യം. അത് നിസ്കാരമാകട്ടെ, നോമ്പാവട്ടെ, സക്കാത്താവട്ടെ, സദഖയാകട്ടെ, മറ്റു ഏത് സൽക്കർമ്മങ്ങളാകട്ടെ, അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളറയിൽ മറ്റു ദുനിയവിയായ എന്തെങ്കിലും താല്പര്യമോ മറ്റോ ആണെങ്കിൽ ആ കർമ്മം റഹ്മാനായ റബ്ബിൻ്റെ അരികിൽ സ്വീകാര്യമാവില്ല. അത് റബ്ബിന് വേണ്ട, അത് റബ്ബ് കബൂൽ ചെയ്യില്ല. അതുകൊണ്ടാണ് മുനാഫിഖീങ്ങളുടെ നമസ്കാരം പറഞ്ഞപ്പോൾ അല്ലാഹ് എന്ത് പറഞ്ഞത്? വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല. അവർ നമസ്കരിക്കാൻ നിന്ന ഉത്യാസീനന്മാരായിട്ട് നമസ്കരിക്കും. യുറാഊനന്നാസ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാ. കുറച്ചല്ലാതെ അല്ലാഹുവിനെ എന്ത് ചെയ്യില്ല, അവരോർക്ക്. യുറാഊനന്നാസ്, ജനങ്ങളെ കാണിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതൊരു നെയ്യത്തുമായി ബന്ധപ്പെട്ട ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഏത് കർമ്മവും അല്ലാഹ് സ്വീകരിക്കുക നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ കർമ്മങ്ങൾ ചെയ്യേണ്ടത് റബ്ബിന് വേണ്ടിയിട്ടാകണം. ആ കർമ്മങ്ങൾ അല്ലാഹ് പരിചയപ്പെടുത്തിയതുപോലെ ആകണം. അപ്പോൾ ആ ഒരു കർമ്മങ്ങളിൽ ബിദ്അത്തുകൾ കടന്നു വരാൻ പാടില്ല. കാരണം അള്ളാഹുവിൻ്റെ ഖുർആനോ പ്രവാചകൻ്റെ അധ്യാപനമോ കടന്നു വരാത്ത കർമ്മങ്ങൾ അത് അള്ളാഹു കബൂൽ ചെയ്യില്ല. രണ്ടാമത്തതോ ഇത്തിബാഉ റസൂലാണ്. ഏത് കർമ്മങ്ങളുടെ വിഷയത്തിലും പ്രവാചകൻ്റെ ഒരു മാതൃക ഉണ്ടാവും. ഇങ്ങനെ നിസ്കരിക്കണം, ഇങ്ങനെ നോമ്പ് നോൽക്കണം, അല്ലേ? മറ്റ് ജൂതന്മാർ കളിയാക്കുമായിരുന്നു. നിങ്ങളെ പ്രവാചകൻ ശൗചാലയത്തിൽ ശൗച്യം ചെയ്യുന്ന കാര്യങ്ങളടക്കം പഠിപ്പിച്ച് നൽകിയിട്ടുണ്ടോ? അവർ ഇസ്സത്തോട് കൂടിയിട്ട് സഹാബത്ത് പറഞ്ഞു, അതെ ഞങ്ങളുടെ പ്രവാചകൻ പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. ഏറ്റവും സെറ്റ് കാര്യങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. ആ കാര്യങ്ങളിലൂടെ നമ്മുടെ കർമ്മ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് സ്വർഗം കിട്ടുക. അല്ലാതെ നമുക്ക് തോന്നിയ കർമ്മങ്ങൾ ചെയ്യുക, നമുക്കിഷ്ടപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുക, അല്ലേ? മുൻഗാമികളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. മുൻഗാമികളുടെ കാലഘട്ടത്തിൽ, അല്ലേ? ഞങ്ങൾ കുറച്ച് ഇവിടുന്ന് എന്ത് ചെയ്യട്ടെ, ഇഹ്റാമിൽ പ്രവേശിക്കട്ടെ, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യട്ടെ, ഞങ്ങൾ നോമ്പ്, ഞങ്ങൾ രാത്രി ഉറങ്ങില്ല, വിവാഹം കഴിക്കില്ല, അങ്ങനെയൊക്കെ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ റസൂൽ എന്താ പറഞ്ഞത്? ഫലൈസ മിന്നോ, ഞങ്ങളീ പെട്ടവനല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പ്രവാചകൻ്റെ രീതിയുണ്ട്. ഏത് തിങ്കളാഴ്ചത്തെ നോമ്പ്, വ്യാഴാഴ്ചത്തെ നോമ്പ്, രാത്രി നമസ്കാരങ്ങൾ, ഫർദ് നമസ്കാരങ്ങൾ, സുന്നത്തായ നമസ്കാരങ്ങൾ, മറ്റു എല്ലാ പ്രാർത്ഥനകളും ദുആകളും ദിക്റുകളും, ഇതെല്ലാത്ത പ്രവാചകൻ്റെ മേൽ കെട്ടിച്ചമുക്കുമ്പോൾ അതിൻ്റെ ഗൗരവം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അയ്യുഹന്നാസ്, മനുഷ്യരെ, ലൈസ മിൻ ശൈഇൻ യുഖർരിബുകും ഇലൽ ജന്നതി വയുബാഇദുകും മിനൻ നാർ ഇല്ലാ ഖദ് അമർതുകും ബിഹി. അല്ലേ? സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് വിദൂരമാക്കുന്നതുമായ ഒരു കാര്യം പോലും ഞങ്ങൾക്ക് പറഞ്ഞു തരാതെ ഇരുന്നിട്ടില്ല കേട്ടോ. നാലിച്ചൊക്കെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് വിദൂരമാക്കുന്നതുമായ ഒരു കാര്യം പോലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ പോയിട്ടില്ല. വലൈസ ശൈഉൻ യുഖർരിബുകും മിനൻ നാർ വയുബാഇദുകും മിനൽ ജന്ന ഇല്ലാ ഖദ് നഹൈതുകും അൻഹു. അതേ നരകത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്ന, സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ തടയുന്ന ഒരു കാര്യത്തെ പറ്റി നിങ്ങളെ വിലക്കിയിട്ടല്ലാതെ പ്രിയപ്പെട്ട സഹാബാ ഞാൻ നിങ്ങളിൽ നിന്ന് കടന്നു പോയിട്ടില്ല. അപ്പോൾ പ്രവർത്തിക്കാനുള്ളത് അല്ലാഹുവിൻ്റെ റസൂലും പറഞ്ഞു തന്നിട്ടുണ്ട്, ഒഴിവാക്കാനുള്ളത് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അവർക്കാണ് സ്വർഗമുള്ളത് എന്നാണ് പ്രിയപ്പെട്ടവർ.
ആ സ്വർഗത്തിനുള്ള പണികളല്ലേ നമ്മൾ എടുക്കേണ്ടത്. ആരാ പ്രവാചകൻ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനാ. പ്രവാചകന് ഉദാത്തമായ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. ആരെങ്കിലും നാളെ ആഖിറത്താണ് അവൻ്റെ ലക്ഷ്യം, അള്ളാഹനെ കണ്ടുമുട്ടലാണ് അവൻ്റെ ലക്ഷ്യമെങ്കിൽ പ്രവാചകൻ കൊണ്ടുവന്നത്, പ്രവാചകനെ പിൻപറ്റട്ടെ, ആ ഉസ്വത്തുൻ ഹസനയെ മുറുകെ പിടിക്കട്ടെ എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ പ്രവാചകൻ എന്താണോ പഠിപ്പിച്ചിരിക്കുന്നത് അതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നെഞ്ചിലേറ്റേണ്ടത്. നാളെ ഹൗദുൽ കൗസർ ഇങ്ങനെ കുടിക്കാൻ വേണ്ടി ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു എന്ന പോസിറ്റീവ് മെൻറ്റാലിറ്റിയോട് കൂടിയിട്ട് പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എൻ്റെ ഉമ്മത്താണെന്ന് ഇങ്ങനെ പറഞ്ഞ് വിളിക്കുമ്പോൾ അല്ലാഹ് ഒരു മറയിടല്ലേ, അല്ലാഹ് ഒരു ഹിജാബ് ഇടല്ലേ പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു മറ വെക്കല്ലേ. എന്നിട്ട് എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുന്നത്? എന്താണ് അല്ലാഹ് പറഞ്ഞു കൊടുക്കുന്നത്? പ്രവാചകരെ, താങ്കൾക്ക് ശേഷം മതത്തിൽ പലതും കടത്തിക്കൂട്ടിയവരാണ്. നബിയെ, താങ്കൾക്ക് ശേഷം പുതുതായി പല കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ആ റസൂലുള്ളാഹിനെ കാണുക, റസൂലുള്ളാഹിൻ്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ മുക്കി കുളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയ സൗഭാഗ്യമാണ് പ്രിയപ്പെട്ടവർ. ആ സൗഭാഗ്യം ഇല്ലാതെയാവും. റസൂൽ തന്നെ ആട്ടി ഓടിക്കും. നിങ്ങൾ ഓടിപ്പോകോ ലിമൻ ഗയ്യറ ബഅദീ. എനിക്ക് ശേഷം മതത്തിൽ മാറ്റം വരുത്തിയവരല്ലേ. അപ്പം നമ്മൾ ഈ പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങളും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം 23 വർഷക്കാലം കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന സുന്ദരമായ ആശയത്തിൽ പ്രവാചകൻ വഞ്ചന കാണിച്ചു എന്നാ നമുക്ക് പറയാൻ കഴിയുമോ? അത് നമുക്ക് ആ ഒരു വാചകം പ്രയോഗിക്കാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? ഫമൻ സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല. ആരെങ്കിലും പ്രവാചകൻ പഠിപ്പിക്കാത്തൊരു കാര്യം അത് നല്ലതല്ലേ എന്ന് വെച്ച് ചെയ്താൽ അവൻ വാദിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ റിസാലത്തിൽ, പ്രവാചകന്റെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്നാ. നമുക്ക് വായ കൊണ്ട് പറഞ്ഞു പോയിട്ട് നമ്മുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു ചിന്ത കൊണ്ടുവരാൻ പ്രിയപ്പെട്ടവരെ കഴിയില്ല നമ്മുടെ മുത്തുനബിയെക്കുറിച്ച്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാകണം നമ്മുടെ കർമ്മങ്ങളായി നാം സ്വീകരിക്കേണ്ടത്. ബിദ്അത്തുകളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നാം മാറി നിൽക്കണം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. പഠിച്ചോനെ, ഹക്ക് ഏതാണ്, സത്യം ഏതാണ്, ആ സത്യത്തിൻ്റെ പാതയിൽ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീം, നേരായ ചൊവ്വായ മാർഗത്തിലാകണേ റബ്ബേ എന്നെ വഴി തെളിയിക്കേണ്ടത്. ഏറ്റവും നല്ല പ്രാർത്ഥന. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പഠിച്ചോനെ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുന്നു എന്ന് ചോദിച്ചിട്ട് നമ്മൾ ചോദിക്കുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹ് പറയും, ആ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ചൊല്ലിയ വലിയ അബ്ദി, എൻ്റെ അടിമക്ക് എന്നോട് എന്തും ചോദിക്കാം, ചോദിക്കുന്നവന് ഞാൻ ചോദിക്കുന്നത് ഞാൻ കൊടുക്കും. എന്നിട്ട് നമ്മൾ ചോദിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, പഠിച്ചോനെ നേരായ ചൊവ്വായ മാർഗത്തിൽ എന്നെ വഴി തെളിയിക്കണേ നാഥ. ആത്മാർത്ഥമായി അത്തരം പ്രാർത്ഥനകളിലൂടെ കടന്നു പോകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിലും കേട്ടതിലും ഒക്കെ ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകം എടുത്തു പറയാനുള്ളത്, നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ ഒരു സഹോദരി, പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടി നമ്മൾ ഇന്നലെ മയ്യത്തൊക്കെ നമസ്കരിച്ചല്ലോ, അവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മളെയും ഒക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് അള്ളാഹുവേ, ഞങ്ങളുടെ ഉസ്താദുമാർ, പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, മാതാപിതാക്കൾ, മുതിർന്നവർ, പടച്ചോനെ ആഫിയത്തും ആരോഗ്യവുമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മരണപ്പെട്ടു പോയവരുടെ ഖബറിടം വിശാലമാക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും ഒക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചറബേ, നിൻ്റെ യഥാർത്ഥ ദീനെ പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുമുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, മുസ്ലിം ഉമ്മത്ത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇപ്പോഴും പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രയാസങ്ങൾക്ക് എളുപ്പം നൽകണേ അല്ലാ, പരിഹാരമേകണേ അല്ലാ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ പ്രയാസപ്പെടുന്ന ഒട്ടനവധി സഹോദരി സഹോദരന്മാർ, പടച്ച റബ്ബേ, പരിഹാരമേകണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവതി വ യാ ഖാദിയൽ ഹജാത്ത്. اللهم اعتقنا من النار، اللهم ادخلنا الجنة يا رب العالمين. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.